ഇനി നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് ട്രെൻഡ്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു വാർത്ത എന്നത് ഈ രാഷ്ട്രീയ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് സ്ഥിരമായി പരോൾ ലഭിക്കുകയും അങ്ങനെ ഇവർ പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നു എന്നത്. അവർക്ക് തുടർച്ചയായി ഇങ്ങനെ പരോൾ ലഭിക്കുന്നു. അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ കൂടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ KK രമയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മറ്റൊരാളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നു. അതെന്ത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അവിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. ഈ പരോൾ അനുവദിക്കുന്നത് ഉൾപ്പെടെ വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്. അവിടെ ഇതാ ശരത് ലാലിൻ്റെ സഹോദരി അമൃതയെ CPIMന്റെ പരമ്പരാഗത മണ്ഡലം ആയിട്ടുള്ള ഉദുമയിൽ മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു കോൺഗ്രസ് എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ശരത് ലാലിൻ്റെ സഹോദരിയെ മത്സര രംഗത്തേക്ക് ഇറക്കിയാൽ അവിടെ ഈ കൊലപാതക രാഷ്ട്രീയം എന്നത് ചർച്ചയാക്കി മാറ്റാൻ സാധിക്കും എന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് മറ്റ് പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് അവിടെ മത്സരിപ്പിച്ചാൽ ഒരു വിജയ സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നേരത്തെ നമുക്കറിയാം 100 സീറ്റുകളിൽ അധികം നേടുക എന്ന നിലയിൽ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് ലക്ഷ്യ ക്യാമ്പിൽ ആയിരുന്നു. ആ ക്യാമ്പിലടക്കം അമൃത നല്ലൊരു സ്ഥാനാർത്ഥിയാകും എന്ന വിലയിരുത്തൽ ആണ് ഉണ്ടായിട്ടുള്ളത്. അമൃത അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന ഒരു പൊതു വിലയിരുത്തൽ കൂടിയുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് മറന്നുകൊണ്ട് ആളുകൾ നേതൃനിരയ്ക്ക് കൂടുതൽ തലവേദന ഉണ്ടാകാത്ത സാഹചര്യം സൃഷ്ടിക്കും എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും അവിടെ സ്ഥാനാർത്ഥി മോഹികൾ അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എന്ന പോലെ തന്നെ കോൺഗ്രസിനുമുണ്ട്. 4 പേർ നിലവിൽ തന്നെ മത്സരത്തിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നവർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിലേക്കാണ് ഈ അമൃതയുടെ പേര് കൂടി കടന്നു വരുന്നത്. ഡാൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് വിജയത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അങ്ങനെ നമുക്കറിയാമല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ചില പേരുകളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു നിന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിച്ച വൈഷ്ണ എന്ന പേര്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നിരവധിയായ പേരുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറായത് ആര്യായിരുന്നു. അവിടെയും ഒരു സ്ത്രീക്ക് പരിഗണന ലഭിച്ചു, ചെറുപ്പക്കാരിക്ക് പരിഗണന ലഭിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും വോട്ടർമാർ ഈ യുവാക്കളെ പിന്തുണയ്ക്കുന്ന, സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ടല്ലോ. അങ്ങനെയുള്ള എന്തൊക്കെ സാധ്യതകളെയാണ് കോൺഗ്രസ് ഉദുമയിൽ കാണുന്നത്? 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പെരിയ ഇരട്ട കൊലപാതകം നടക്കുന്നത്. അതിന് പിന്നാലെ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളടക്കം ഈ കേസിൽ പ്രതികളാകുന്നു. ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് അന്വേഷിക്കുന്ന സാഹചര്യം. അങ്ങനെ 24 പ്രതികളുള്ള ഒരു കേസായി അത് മാറുന്നു. വലിയ തരത്തിൽ രാഷ്ട്രീയമായ കോളിളക്കങ്ങൾക്ക് വഴിവെക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF വലിയൊരു വിജയം അന്ന് ഉണ്ടാക്കിയെടുത്തത്. അതിൽ ഈ പെരിയ ഇരട്ട കൊലപാതകം രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതിൽ വലിയ നേട്ടം UDFന് അന്ന് ഉണ്ടായി എന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അത് തന്നെ ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് TPക്ക് പിന്നാലെ, അതായത് TPയുടെ രക്തസാക്ഷിത്വത്തിന് പിന്നാലെ രമയെ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി അവതരിപ്പിക്കുകയും അങ്ങനെ CPMനെതിരെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു മുഖമായി KK രമയെ ഉയർത്തിക്കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് സമാനമായ തരത്തിൽ പെരിയ ഇരട്ട കൊലപാതകത്തിൽ രക്തസാക്ഷികളായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബാംഗങ്ങളെ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ശരത് ലാലിൻ്റെ സഹോദരി അമൃതയിലേക്ക് ആ പേര് എത്തി നിൽക്കുന്നത്. അമൃതയെ ഉദുമയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള അണിയറ ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1987-ൽ KP കുഞ്ഞിക്കണ്ണനാണ് അവസാനമായി ഉദുമയിൽ നിന്ന് ജയിച്ചു വന്ന ഒരു UDFന്റെ സ്ഥാനാർത്ഥി. അതിനുശേഷം 7 തെരഞ്ഞെടുപ്പുകൾ നടന്നു. 7 തെരഞ്ഞെടുപ്പുകളിലും CPM പ്രതിനിധിക്കായിരുന്നു നമ്മുടെ വിജയം. നിലവിൽ CS കുഞ്ഞമ്പുവാണ് ഉദുമയെ പ്രതിനിധീകരിക്കുന്ന LDFന്റെ MLA. കുഞ്ഞമ്പുവിനെതിരെ കൃത്യമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ
ഉദുമയിൽ അമൃതയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കഴിയും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതോടൊപ്പം ഉദുമയ്ക്കപ്പുറത്തേക്ക് വടക്കൻ കേരളത്തിൽ മുഴുവൻ അത് അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കുന്നതിന് അമൃതയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെയൊക്കെ സഹായത്തോടെയാണ് സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDF-ന്റെ ക്യാമ്പ്. തീർച്ചയായും അത്തരം തന്ത്രങ്ങളാണ് മെനയുന്നത്. അവിടെ ഞാനൊന്ന് ഇടപെടുന്നത് ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒഴിവാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. തീർച്ചയായും ഒരു പരമ്പരാഗത മണ്ഡലമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത് തിരിച്ചു പിടിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ആവശ്യകത. അതോടൊപ്പം സാധാരണക്കാരായ വോട്ടുകൾ അല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ലഭിച്ചാൽ അത് കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. അതായത് ഉദുമയിലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ആണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അവിടെ ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CPM-ന്റെ കോട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു മണ്ഡലം ആണ് ഉദുമ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ CH കുഞ്ഞമ്പു അവിടെ നിന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറുമ്പോൾ 78,664 വോട്ടുകൾ ആണ് കുഞ്ഞമ്പു നേടിയിരുന്നത് എന്നതാണ്. അവിടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി 65,342 വോട്ടുകൾ ആണ് നേടിയത്. BJP-ക്ക് വേണ്ടി വേലായുധൻ ആയിരുന്നു മത്സരിച്ചത്. NDA-യുടെ സ്ഥാനാർത്ഥിയായി 20,360 വോട്ടുകളാണ് നേടിയത്. ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പിൽ അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ലീഡ് എന്നതാണ്. LDF-ന്റെ ലീഡ് 13,322 എന്നതാണ്. ഇതൊരു കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട ഒരു സംഖ്യ തന്നെയാണ്. 13,000 വോട്ടിന്റെ വ്യക്തമായ ലീഡ് ആണ് ഉദുമയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പുലർത്തിയിരുന്നത് എന്നതാണ്. അതായത് ഇടതു കോട്ടയ്ക്ക് ഒരു തരത്തിലും ഇളക്കമില്ല എന്നതാണ്. ഇനി നമുക്ക് ഉദുമയിൽ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉദുമ എന്ന നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഫലം എന്താണ്? അതായത് പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കും മറ്റുമൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വോട്ട് കണക്ക് ആണിത്. അതായത് UDF ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത് 74,059 വോട്ടുകൾ ആണ് എന്നതാണ്. കഴിഞ്ഞ തവണ 65,000 വോട്ടുകൾ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 74,000 ഉയർന്നിരിക്കുന്നു എന്നതാണ്. LDF ആകട്ടെ 73,374 വോട്ടുകൾ നേടിയിട്ടുണ്ട്. CH കുഞ്ഞമ്പു നേടിയത് 78,000 വോട്ടുകളായിരുന്നുവെങ്കിൽ LDF-ന് ഇത്തവണ 73,000 വോട്ടുകളാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. NDA-യിൽ കാര്യമായ മാറ്റം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 20,025 വോട്ടുകൾ എന്നത് 22,277 വോട്ടുകളായി മാറുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ച ലീഡ് ആണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 13,000-ന് മുകളിൽ ലീഡ് കുഞ്ഞമ്പു നേടിയെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അവിടെ UDF ആണ് ലീഡ് നേടിയിട്ടുള്ളത്. അത് കേവലം 685 വോട്ടുകളുടേത് മാത്രമാണ്. അതിനെ ഒരു കാര്യമായ ലീഡെന്നോ വ്യക്തമായ ലീഡ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ സാഹചര്യം മറ്റൊന്നാണ്. അതായത് 13,000 എന്ന വലിയ വോട്ട് വിഹിതത്തിൽ നിന്ന് എതിരാളികൾ 680 വോട്ടുകൾ അധികം നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അമൃതയെപ്പോലൊരു സ്ഥാനാർത്ഥി നിന്നാൽ വനിതാ വോട്ടർമാർ, നിഷ്പക്ഷ വോട്ടുകൾ ഇതുകൂടി പെട്ടിയിലാക്കാൻ സാധിക്കുമെന്നാണോ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? ഡാൻ, അതായത് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് ഉദുമയിൽ അമൃതയെ ശരത് ലാലിന്റെ സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമുണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അവർക്കെന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു പ്രായം പിന്നിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് മത്സരരംഗത്തേക്ക് അവരെ രംഗത്തിറക്കാതിരുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 കാര്യങ്ങളാണ് അതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം കാണുന്നത്. അതിലൊന്ന്, അമൃത ഒരു യുവ വനിതാ മുഖമാണ്. 2, അമൃത ഒരു രക്തസാക്ഷി കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ളയാളാണ്. 3, ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു പിന്തുണ ഉറപ്പാക്കാൻ അമൃതയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്, കോൺഗ്രസ് നേതൃത്വമുള്ളത്. കാരണം അവിടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 3 പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തുണ്ട്. അത് പല ഗ്രൂപ്പുകളുടെ നേതാക്കൾ കൂടിയാണ്. ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാക്കളാണ്. അപ്പോൾ അങ്ങനെ ആ ഉദുമ മണ്ഡലത്തിൽ ഇത്തവണ UDF-ന് അനുകൂലമായൊരു സാഹചര്യമുണ്ട് എന്ന ലക്ഷ്യ ക്യാമ്പിലെ വിലയിരുത്തൽ കൂടി ഈ അവകാശവാദം ഉന്നയിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട്. കാരണം ഉദുമ 30 വർഷത്തിന് ശേഷം ഉദുമ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത്
തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ നേട്ടമായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ആ സീറ്റ് ഏത് വിധേനയും അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം പല നേതാക്കളും നടത്തിക്കൊണ്ടിരുന്നതും. അതിനിടയിലാണ് ഈ തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ശരത് ലാലിന്റെ സഹോദരി അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം വടക്കൻ ജില്ലകളിലെ മറ്റ് ഈ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതൊരു അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു സന്ദേശമായി അമൃതയുടെ സ്ഥാനാർത്ഥിത്വത്തെ മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും കുടുംബത്തിന്റെയും അമൃതയുടെയും ഒക്കെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. ഒരുപക്ഷേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്ന 22-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒരു പേരായി അമൃതയുടെ പേര് ഒരു പക്ഷേ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളാണ് നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. ശേഷം മുതുമ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അമൃതയെ മത്സര രംഗത്തേക്ക് എത്തിക്കുമോ കോൺഗ്രസ് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റ് നിരവധിയായ പേരുകൾ കോൺഗ്രസിന്റെ പരിഗണനയിൽ ഉണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ വിലയിരുത്തുമ്പോൾ അക്രമ രാഷ്ട്രീയം എന്ന വിഷയം കൂടി ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിൽ അമൃതയെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്.